ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷനെ പറ്റി പഠിച്ചു. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് EMF ഇൻ എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ നിയർ ബൈ കോയിൽ. ഒരു ചാലകത്തിലെ ഫ്ലക്സിലെ വ്യതിയാനം മൂലം തൊട്ടടുത്ത ഉള്ള ചാലകത്തിൽ EMF പ്രേരിതമാകുന്ന പ്രക്രിയയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതിന്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ തത്വമുള്ള ഒരു വസ്തുവാണ് ട്രാൻസ്ഫോമറുകൾ. ട്രാൻസ്ഫോമറുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ട്രാൻസ്ഫോമർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AC വോൾട്ടേജിനെ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. പറയുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ചേഞ്ച് AC വോൾട്ടേജ്. എന്താണ് ട്രാൻസ്ഫോമർ? AC വോൾട്ടേജ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ അല്ലെങ്കിൽ AC വോൾട്ടേജിന് വ്യത്യാസം വരുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. നമുക്ക് ട്രാൻസ്ഫോമറുകളെ പറ്റി നോക്കാം. രണ്ട് തരം ട്രാൻസ്ഫോമറുകളാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളും ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ, ഇത് സിമ്പിളാണ്, ഇത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയും വരയ്ക്കാം. ഇങ്ങനെ സിമ്പിൾ വരച്ച് പഠിച്ചാൽ മതിയാവും. ഇതെന്താ, ആദ്യം ഒരു കോയിലുണ്ട്, രണ്ടാമതൊരു കോയിലുണ്ട്. ആദ്യമുള്ള കോയിൽ നമ്മൾ പ്രൈമറി അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നു. രണ്ടാമതുള്ള കോയിൽ നമ്മൾ സെക്കൻഡറി അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നിങ്ങളെ സ്കൂളിൽ കൊണ്ട് ഇൻപുട്ട് ചെയ്യുന്നത് പ്രൈമറി സ്കൂളിലാണ്, ലോവർ പ്രൈമറി. നിങ്ങൾ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഔട്ട്പുട്ട് ആവുന്നത് സെക്കൻഡറിയിലാണ്, ഹയർ സെക്കൻഡറിയിലാണ് സ്കൂളിൽ നിന്ന് പുറത്തിട്ട്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട്. സിമ്പിളിൽ നോക്കുക, ഈ രണ്ട് വരകൾ കാണുന്നത് കോറാണ്. കോർ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിന്റെ കോയിലുകൾ ചുറ്റിയിരിക്കുന്ന ഒരു കമ്പിയിലാണ്, പച്ചിരുമ്പ് കമ്പിയിലാണ്, സോഫ്റ്റ് ആൻഡ് കോറിലാണ്. ആ കോറിന്റെ സിമ്പിളാണ് രണ്ട് വരകൾ. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് മറ്റു കോയിലുകളാണ്, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും. അപ്പോൾ നമ്മൾ നോക്കുക, ഈ ട്രാൻസ്ഫോമറിനകത്തൂടെ എന്ത് ചെയ്യും? കറണ്ട് കടന്നു പോകുമ്പോൾ എന്താണ് ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഈ കോയിലിലെ ഫ്ലക്സിലെ വ്യതിയാനം മൂലം തൊട്ടടുത്ത കോയിൽ EMF ഉണ്ടാകണം. പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് EMF ഇൻ എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇൻ ദ നിയർ ബൈ കോയിൽ. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിൽ കൂടി ഒരു കറണ്ട് കടന്നു. പ്രൈമറിയിലെ സാധനങ്ങൾക്കെല്ലാം നമ്മൾ P സഫിക്സ് ഇടുന്നു, IP എന്ന് പറയുന്നു. സെക്കൻഡറിയിലെ ഒരു കറണ്ട് ഉണ്ട്, അത് IS ആണ്. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് NP ആണ്. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് NS ആണ്. പ്രൈമറിയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VP ആണ്. സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VS ആണ്. സ്റ്റെപ്പ് അപ്പ് ആയാലും സ്റ്റെപ്പ് ഡൗൺ ആയാലും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വോൾട്ടേജ് കൂട്ടുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള ചുറ്റുകളുടെ എണ്ണത്തെക്കാൾ കൂടുതലായിരിക്കും ഇവിടെയുള്ള ചുറ്റുകളുടെ എണ്ണം. എവിടെയാണോ എണ്ണം കൂടുതലുള്ളത് അവിടുത്തെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. പ്രൈമറിയിലെ കറണ്ടിന് നമ്മൾ IP എന്നും സെക്കൻഡറിയിലെ കറണ്ടിന് നമ്മൾ IS എന്നും പറയുന്നു. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി എന്ന് പറയുന്നു. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സെക്കൻഡറി എന്ന് പറയുന്നു. പ്രൈമറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജിനെ നമ്മൾ VP എന്ന് പറയുന്നു. സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജിനെ നമ്മൾ VS എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നോക്കുക, പ്രൈമറി ഈ ട്രാൻസ്ഫോമറിലെ ചുറ്റുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കും വോൾട്ടേജിന്. എവിടെയാണോ ചുറ്റുകളുടെ എണ്ണം കൂടുതലുള്ളത് അവിടെയായിരിക്കും വോൾട്ടേജ് കൂടുതലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈമറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കും. സെക്കൻഡറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ VS by VP ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? NS by NP എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എഴുതുകയാണ് VS by VP is equal to NS by NP എന്ന് നമുക്ക് കിട്ടിയിരിക്കും. ഇത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എപ്പോഴും തുല്യമായിരിക്കും. പ്രൈമറിയിലെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ എന്ന് പറയുന്നത്. സെക്കൻഡറിയിലെ ആയാലും വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അപ്പോൾ പ്രൈമറിയിലെ നമ്മൾ VP IP എന്ന് എഴുതുന്നു, സെക്കൻഡറിയിൽ നമ്മൾ VS IS എന്ന് എഴുതുന്നു. ഇവിടെ നിന്ന് നമ്മൾ VS by VP എഴുതിയാൽ എന്ത് കിട്ടും? VS by VP എഴുതിയാൽ എന്ത് കിട്ടും? VP അങ്ങോട്ടാണ്, IS ആണ്. IS by IP അല്ല കിട്ടുന്നത്, പകരം എന്താണ് വരുന്നത്? IP by IS എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം: VS by VP is equal to NS by NP is equal to IP by IS. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഒരുപാട് കണക്ക് ചെയ്യാൻ ചോദിക്കും. ട്രാൻസ്ഫോമർ ഇസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫോർ ദ എക്സാമിനേഷൻ ആൻഡ് ദിസ് ഈസ് ആൾസോ എ ഷുവർ ക്വസ്റ്റ്യൻ. ഇത് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഫോമർ.
സോ ഇങ്ങനെ ചോദിക്കുന്നില്ല, ചിലപ്പോൾ ഒരു പ്രോബ്ലം ആയിരിക്കും. ട്രാൻസ്ഫോമറിൽ നിന്ന് എന്തായാലും എക്സാമിന് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമുക്ക് VS/VP = NS/NP = IP/IS, അതിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്നും കൂടി പറയും. നമുക്ക് പഠിക്കാനില്ല, വെറുതെ അറിഞ്ഞിരിക്കുക. K എന്നൊരു ടേം പറയും, അതിന് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ട്രാൻസ്ഫോമറിനെ പറ്റി പറഞ്ഞു. നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചെറിയ ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. ട്രാൻസ്ഫോമറിനെ പറ്റി എന്ത് ചോദിക്കുക, നമ്മൾ ഇതൊന്നും കാണാതെ പഠിക്കരുത്. ഇനി പറയുന്നത് നമ്മൾ ട്രാൻസ്ഫോമർ വരയ്ക്കാൻ പഠിച്ചാൽ മതി. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മളൊന്ന് വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ ഇത് നോക്കി പറയണം. എന്താണ് ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കുറവ്, സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കൂടുതൽ. സ്റ്റെപ്പ് ഡൗണിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കൂടുതൽ, സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കുറവ്. എണ്ണം കുറവുള്ളിടത്ത് വോൾട്ടേജ് കുറവായിരിക്കും. പ്രൈമറി വോൾട്ടേജ് കുറവ്, സെക്കൻഡറി വോൾട്ടേജ് കൂടുതൽ. പ്രൈമറി വോൾട്ടേജ് കൂടുതൽ, സെക്കൻഡറി വോൾട്ടേജ് കുറവ്. പിന്നീട് നമ്മൾ നോക്കുക, എണ്ണം കുറവുള്ളിടത്ത് വണ്ണം കൂടുതലായിരിക്കും. വണ്ണം കുറവുള്ളിടത്ത് എണ്ണം കൂടുതൽ. എണ്ണമോ വണ്ണമോ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ കൂടത്തുള്ളൂ. ഇവിടെ നോക്കുക, ഒത്തിരി എണ്ണമുണ്ട്. ഇവിടെ എണ്ണം കുറവ്, അവിടെ എന്തായിരിക്കും വണ്ണം കൂടിയ കമ്പി. അപ്പോൾ ഇവിടെ പ്രൈമറിയിൽ അല്ലെങ്കിൽ ഇൻപുട്ടിൽ വണ്ണം കൂടിയ കമ്പി, തിക് വയേഴ്സ് ഇൻ ദ പ്രൈമറി. ഇവിടെ ആണെങ്കിൽ തിക് വയേഴ്സ് ഇൻ ദ സെക്കൻഡറി. തിൻ വയേഴ്സ് ഇൻ ദ പ്രൈമറി, തിൻ വയേഴ്സ് ഇൻ ദ സെക്കൻഡറി. ഇവിടെ ആരായിരിക്കും വോൾട്ടേജ് കൂടുതലുള്ളത്? ചുറ്റുകളുടെ എണ്ണവും കൂടുതൽ. ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട, ട്രാൻസ്ഫോമർ നോക്കി പറഞ്ഞാൽ മതി. പ്രൈമറി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ മതി. എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ? വോൾട്ടേജ് കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വോൾട്ടേജ് കുറയ്ക്കുവാൻ വേണ്ടി. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് VS/VP = NS/NP = IP/IS. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. മറ്റൊരു ക്ലാസ്സുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ കണ്ട എല്ലാവർക്കും നന്ദി.